ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിനെയൊക്കെ നമ്മൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. പക്ഷെ റിയൽ ആയിട്ടുള്ള ബോൾഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയ വ്യക്തിയാണ്. സോ ഹൗ ആർ യു ഫീലിംഗ് കരിയർ വൈസ്, പേഴ്സൺ വൈസ്, ഈ ഒരു സ്റ്റേജിൽ എന്താ തോന്നുന്നത്? Career wise, still we are struggling. That is, struggle will be for our whole life. നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് എല്ലാം ദിവസം നമുക്ക് വേറെ വേറെ ഒരു ചലഞ്ച് വരണുണ്ട്. സോ നമുക്ക് അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നിട്ട് പോകുന്നത്. ദ സെക്കൻഡ് തിങ്ക് സക്സസ്ഫുൾ പറഞ്ഞില്ല, ഐ തിങ്ക് സ്റ്റിൽ ഐ എം എ സ്ട്രഗ്ലർ. ഒബ്വിയസ്ലി എനിക്ക് ഞാൻ ഒരു 300+ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, മൊത്തം സെലിബ്രിറ്റീസ് ഓൾ ഓവർ ഇന്ത്യ. സോ അതനുസരിച്ചിട്ട് ഒബ്വിയസ്ലി സക്സസ്ഫുൾ ആണ്, പിന്നെ ഹാപ്പിയാണ്. പേഴ്സണൽ ലൈഫിൽ ഒബ്വിയസ്ലി ഭയങ്കര ഹാപ്പി, ബിക്കോസ് എൻ്റെ ഫാമിലി, എൻ്റെ അനിയൻ, രണ്ട് അനിയനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ. സോ ഇപ്പോൾ ഫ്രണ്ട് സർക്കിൾ പറഞ്ഞാൽ നമുക്ക് ഭാവന ഉണ്ടോ, മഞ്ജു ചേച്ചി ഉണ്ടോ, രഞ്ജിനി ചേച്ചി ഈസ് വെരി ക്ലോസ് ടു മീ, ബിക്കോസ് ഈസ് മൈസ് ലൈക്ക് എൻ്റെ ചേച്ചിയെ പോലെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ബബ്ബി ഉണ്ടോ, പിന്നെ അങ്ങനെ ശശാങ്ക് ഉണ്ടോ. So Vikas is very close to me. Ranju, obviously, നമ്മൾ സിസ്റ്റേഴ്സ് ആണ്. So there is no differences me and Ranju. So അത്ര ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പറയാൻ നമ്മൾ അത്ര ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ഹാപ്പി ഇല്ല പറയുന്നില്ല, അത് മോശമായി പോകും. എന്നാൽ എവിടെയൊക്കെ ഒരു വിഷമമുണ്ടല്ലേ? അത് കാരണം ഈ പറഞ്ഞ ഡയലോഗിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫിൽ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ ഒരു ചൈൽഡായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ റിയാലിറ്റി ഓഫ് ലൈഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. സൊസൈറ്റിയിലേക്ക് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന സമയത്ത്. ബട്ട് ജാനിനെ സംബന്ധിച്ചിടത്തോളം ജാന് പോകേണ്ടി വന്ന ആ ഒരു മെൻ്റലായിട്ടുള്ളൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് എത്രയൊക്കെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ? ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാർ പറയുമ്പോൾ ഏറ്റവും ആ ഒരു ഇനീഷ്യൽ ഡേയ്സ്, അതായത് കുഞ്ഞിലെയുള്ള സമയത്ത് എങ്ങനെയായിരുന്നു മൈൻഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ സിറ്റുവേഷൻസിലൊക്കെ വരുമ്പോൾ? ആ ചെരുപ്പ് വയസ്സിൽ എനിക്ക് കുറേ സാധനങ്ങളും എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് ഒരു ടീനേജർ ടൈമിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ലൈഫ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ടീച്ചറുണ്ട്, നോട്ട് ഇൻ മൈ സ്കൂളിൽ, നമ്മളുടെ അടുത്ത ഒരു കുട്ടികളുടെ സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ ഒരു ടീച്ചറിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ. പക്ഷെ നമ്മൾ ആ ടൈമിൽ അറിയാൻ പറ്റില്ല, ബിക്കോസ് ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സെക്സ്വലി എന്താ പറയുക, ജെൻസ് ആണ്, ലേഡീസ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ഗേ ആണ്. സോ ഈ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അത്ര നമ്മൾ വന്ന് ആൾക്കാർക്ക് അത്ര മനസ്സിലാവുന്നത്. ഈ ഓറിയന്റേഷൻ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ അന്നത്തെ കാലത്താണ്. നമുക്ക് ആ ടൈമിൽ നമുക്ക് ജെൻഡർ ഓറിയന്റൽ ഒന്നും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ മനസ്സിൽ എന്താ തോന്നുന്നു അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ ഭയങ്കര സപ്പോർട്ടീവ് ഉണ്ട്, കാരണം കൂടെ ആടെ എന്തെങ്കിലും ചീത്ത പറഞ്ഞില്ല ആള് സമ്മതിക്കില്ല. പിന്നെ എൻ്റെ അങ്കിൾസ്, ആൻറ്റീസ് എല്ലാവരും ലൈക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരീസ് ഉണ്ട്. സോ ഇപ്പം എൻ്റെ 3 ആൻറ്റീസ് ആണ്. സോ 1 ഈസ് ഇൻ ഹൈക്കോർട്ട് ലോയർ ആണ്, ഗുവാഹത്തിയിൽ ഗവൺമെൻറ് ലോയർ. സോ 1 ടീച്ചർ, 1 വൈസ് പ്രിൻസിപ്പൽ, സി ഗോട്ട് ജസ്റ്റ് റിട്ടയർമെൻറ്റ്. സോ ഈ 3 ആൻറ്റി എൻ്റെ ഫ്രണ്ട്സിനെ പോലെ, എൻ്റെ അമ്മൻ്റെ കുറ്റങ്ങളും നമ്മൾ ഷെയർ ആക്കും. സോ അങ്ങനെയാണ് ക്ലോസ്നെസ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ചെയ്യൂ, ബിക്കോസ് വാട്ടെവർ നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ജെൻഡർ അല്ല. കാരണം ഇപ്പോൾ ജെൻഡറായിട്ട് നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇൻ ഫ്യൂച്ചർ വർക്ക്ഔട്ട് ആവില്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ജോലികൾ, നമ്മൾ ബിഹേവിയേഴ്സ്, നമ്മളെ ആൾക്കാർക്ക് ആ പേര് മാറുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ആ രീതിയിലേക്ക് മാത്രം നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. സോ ജസ്റ്റ് ഓൾവേസ് ലൈക്ക് ബി കെയർഫുൾ, നമ്മൾ പേരെ ചീത്താവില്ല. അത്ര മാത്രം നോക്കി നമുക്ക് നന്നായി പെരുമാറുക, നല്ല രീതിയിൽ ജോലി പേരുണ്ടാക്കി എടുക്കുക അല്ലേ? അതെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പം ജാനിന്റെ ഒരു ചേഞ്ച് ഓവറിന് വീട്ടിൽ നിന്ന് തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. യൂഷ്വലി
കുട്ടികളിൽ ഇങ്ങനെ ഒരു സംഭവം പേരൻസ് പൊതുവെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്കിൽ പോലും അവരതിനെ ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടീനെ വേറെ രീതിയിൽ സൈക്കോളജിക്കലി എന്താ പറയുക ഇത് അങ്ങനെയല്ല വേണ്ട ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ ട്രാൻസ് വുമൺ ആവാൻ അല്ലെങ്കിൽ ട്രാൻസ്മാൻ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരതിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹം പറയുന്നത് നല്ലൊരു അടി കൊടുത്താൽ ശരിയാവുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇത് നോർമലി എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ജാന്റെ ലൈഫിൽ? എൻ്റെ അമ്മ അടിക്കട്ടെ കുറെ അടിക്കട്ടെ ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല 5 finger is never same. There is lots of differences is there because my brother my younger brother second one when he is going to school so അവന്റെ ഫ്രണ്ട്സ് കുറെ പറയും ഇങ്ങനെയാണ് നിന്റെ ചേട്ടന് പറയുന്നത് പിന്നെ ചേച്ചിനെ പോലെ അങ്ങനെ മനസ്സിലാവില്ല അവനെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാക്കും പിന്നെ മമ്മിക്ക് ദേഷ്യം വന്നിട്ടില്ല മമ്മി എന്നെ അടിക്കും പക്ഷെ അച്ഛന് ഓപ്പോസിറ്റ് അച്ഛൻ പറയാൻ അങ്ങനെ ചെയ്യണ്ട കുട്ടികൾ അച്ഛന് ഇന്ന മുതല് നമ്മളെ 3 കുട്ടികൾക്ക് ആർക്കും അടിച്ചിട്ടില്ല ദേഷ്യം എത്ര ദേഷ്യം പിടിക്കില്ല അച്ഛന് എന്തെങ്കിലും വേണോ അത്രേ ഉള്ളൂ അത്ര ആ ചിരിക്കും പക്ഷെ മമ്മി ഭയങ്കര അടി പിന്നെ കുറച്ചായിട്ട് മമ്മി എൻ്റെ ആൻറ്റി അങ്കിൾസ് എല്ലാവരുടെ കൂടെ പഠന കാരണം സൊസൈറ്റി നമ്മളെല്ലാവരും കാര്യങ്ങളും കേട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് ഏത് ഏജിലാണ്? അതൊരു എൻ്റെ 10, 11, 12 എക്ദം ടീനേജ് എനിക്ക് എൻ്റെ മെയിൻലി എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞില്ല ഈ ബേസിക്കലി നമ്മളുടെ ഓറിയന്റേഷന് വേണ്ടി. പിന്നെ എൻ്റെ അച്ഛൻ റെയിൽവേയിലാണ്. സ്കൂളിലെ എനിക്ക് അടുത്ത സ്കൂളിലെ ആ ടീച്ചർ ഹി ഈസ് ഓൾസോ വെരി യങ് ആൻഡ് ആഫ്റ്റർ MA he was very handsome. So like we always look from that window. So നമ്മൾ ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളെ ഉണ്ടായി സോ നമ്മൾ എല്ലാ ടൈമിൽ പോയിട്ട് നോക്കുന്ന ഓടുന്ന ആള് വരും സോ അങ്ങനെ ഈ കുട്ടി നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ച് അതാ എൻ്റെ മമ്മിയുടെ സഭയിലേക്ക് കിട്ടി കഴിഞ്ഞിട്ട് മമ്മി എന്നെ അടി സൂപ്പർ അടി ജന്മത്ത് മറക്കാത്ത രീതിയിലുള്ള അടി കിട്ടി. എൻ്റെ അച്ഛന് കാണാനെ അങ്ങനെ അടിക്കണ്ട പറഞ്ഞിട്ട് സോ നൈറ്റ് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഈ അച്ഛനെ സംസാരിക്കുന്ന ഞാൻ രാത്രി കെട്ടി അച്ഛന് പറഞ്ഞ കുഴപ്പമില്ല ഒരു 2-3 മാസമേ ഉള്ളൂ +2 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം അവിടെ കാരണം എൻ്റെ അച്ഛൻ ഹിൽ സ്റ്റേഷനിലാണ് ജോലി NC ഹിൽസിൽ. ലാസ്റ്റ് ടൈം മൈറ്റ് ബി യു പീപ്പിൾ ഹാഡ് ടു സീൻ ഇറ്റ് ദാറ്റ് ഹാഫ്ലോങ് പറഞ്ഞിട്ട് ഒരു ലാൻഡ് സ്ലൈഡിങ് ആയിട്ട് മൊത്തം റെയിൽവേ സ്റ്റേഷൻ പോയല്ലേ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് അത് ഇപ്പോൾ ഉണ്ടോ ആ ഫ്ലഡ് ടൈമിൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ലാസ്റ്റ് ഇയർ. സോ ആ സ്റ്റേഷനിലാണ് സോ ആക്സസ് ഒന്നും ഇല്ല. സോ ഞാൻ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല പിന്നെ അച്ഛന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ്റെ വേണ്ടി കുക്കിംഗ് ചെയ്യണം സ്കൂളിൽ പോകണം ടീച്ചേഴ്സ് ജോലി എനിക്ക് നടക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം സ്കൂളിൽ ഡ്രേസില്ലേ ബാഗിലെ സ്കൂൾ ബുക്സ് ഒന്നുമില്ല കുറച്ച് ടൂന്നി സോ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോവും. ഞാൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് ഞാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് പറഞ്ഞ് അങ്കിൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് ആൻറ്റിയുടെ വീട്ടിൽ പോകണം എൻ്റെ ട്രെയിനിൽ വിടാൻ വേണ്ടി പറഞ്ഞു. സോ ആ സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് ഗാഡിയുടെ കമ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററിലെ കബിനിൽ കൊടുത്ത് മതി കുട്ടിക്ക് ആൻറ്റി കൊണ്ടുപോയി കളെ ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഇസ് വെരി വെൽ നോൺ ഫാമിലി. ഡോക്ടർ ഭൂപൻ ഹസാരിക ഒരു മ്യൂസിക് ഡയറക്ടർ ബോളിവുഡിൽ. സോ ഹി ഈസ് മൈ അച്ഛൻ അമ്മവൻ. സോ വി ആർ ഫ്രം ദാറ്റ് ഫാമിലി. വലിയ ലക്ഷറി ലൈഫാണ് ജാൻമണി സ്വപ്നം കാണുന്നത്. വലിയ ഒരു ബംഗ്ലാവ്, കോടികൾ വിലമതിക്കുന്ന വീടിന് മുന്നിൽ നിരന്നു കിടക്കുന്ന കാറുകൾ. ഏത് കാർ വേണോ നമുക്ക് ഇഷ്ടമുള്ള കാർ എടുത്തുകൊണ്ട് ഷോപ്പിങ്ങിന് പോകാം, പൈസ നോക്കാതെ ഷോപ്പ് ചെയ്യാം, സ്വർണം വാങ്ങുക. തനിക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ തനിക്ക് സാരിയും സ്വർണവും വാങ്ങണം. അതാണ് തൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് ജാൻമണി പറയുന്നു. എന്നാൽ വിവാഹം കഴിക്കാൻ തനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം തൻ്റെ മുറിയിൽ വേറൊരാൾ കയറുന്നതോ തൻ്റെ കട്ടിലിൽ വേറൊരാൾ കിടക്കുന്നതോ തനിക്ക് ഇഷ്ടമല്ല.
വേറെ എല്ലാം താൻ ഷെയർ ചെയ്യും, പൈസ ഷെയർ ചെയ്യും, ഫുഡ് ഷെയർ ചെയ്യും, അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്ന ആളാണ്. പക്ഷേ തൻ്റെ മുറിയോ തൻ്റെ കിടക്കയോ മറ്റൊരാളുമായി ഷെയർ ചെയ്യില്ല എന്നാണ് ജാൻമണി പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണെന്നാണ് ജാൻമണിയുടെ പക്ഷം. ഇങ്ങനെയുള്ള ജാൻമണി എങ്ങനെ വിവാഹം കഴിക്കും, എങ്ങനെ പ്രണയിക്കും എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ തനിക്കൊരു വിദേശിയെ വിവാഹം കഴിച്ച് ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാനാണ് ആഗ്രഹം എന്നാണ് ജാൻമണി പറയുന്നത്.